ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് വീട്ടിൽ ചിക്കൻ കറിയാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഓർത്തു ഞാൻ ചിക്കൻ കറി വെച്ചിട്ട് അപ്പോൾ എന്തായാലും വെക്കാൻ പോകുന്നത്. അപ്പോൾ പിന്നെ ഒരു വ്ളോഗ് കൂടെ എടുത്തേക്കാന്ന് വിചാരിച്ചു. അപ്പം എങ്ങനെയാണ് ഒരു എളുപ്പം സിമ്പിളാണ്, ഭയങ്കര സിമ്പിളാണ്. എനിക്ക് വെക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വെക്കാൻ പറ്റും. സിമ്പിൾ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. അതിനകത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ അത്യാവശ്യം ഉപ്പ്, ആവശ്യത്തിന് വേണ്ടുള്ള ഉപ്പ് ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കണം. എന്നാലേ ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചാണെങ്കിൽ നന്നായിട്ട് മസാലയൊക്കെ അങ്ങ് ഊറി പിടിച്ചിരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് വേണം നമ്മളിത് വേവിക്കാൻ വെക്കാൻ. ഒരു ചട്ടിക്കകത്താണ് ചിക്കൻ വയ്ക്കുന്നത്. അപ്പോൾ അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് സവോളയും ചെറിയ ഉള്ളി ഇടണം. ചെറിയുള്ളി കുറച്ച് കൂടുതൽ വേണം. നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ ചെറിയുള്ളി നന്നായിട്ട് ഇടണം. ചെറിയുള്ളി ഇത് ഫുള്ളിടാം. അപ്പോൾ ചെറിയുള്ളി നന്നായിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്ന വരെ നമ്മൾ വഴറ്റിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ ഉള്ളി വഴഞ്ച് വരുമ്പോഴത്തേക്കും നല്ല ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആയി വന്നു കഴിഞ്ഞാൽ നമ്മുടെ സവോള, നീളത്തിലരിഞ്ഞ സവോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഉള്ളി വഴഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മളിത് ആഡ് ചെയ്യും. ഈ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും എല്ലാം നന്നായിട്ട് വാടി വരണം. നമ്മൾ നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. തീ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കൂട്ടിയിട്ട് നമുക്ക് ഇത് ചെയ്യാം. അല്ലെങ്കിൽ ഇളക്കുന്നില്ലെങ്കിൽ കൈ വേദനിക്കുവാണെങ്കിൽ സിമ്മിലിട്ട് വെച്ചിട്ട് അടച്ചു വെച്ചാൽ അപ്പം തന്നെ നന്നായിട്ട് വഴണ്ടി വരും. ഓക്കെ, എൻ്റെ കൈ വേദനിക്കുന്നു, സോ ഞാൻ അടച്ചു വയ്ക്കാൻ പോകാം. അടുത്ത നമ്മൾ ആഡ് ചെയ്യേണ്ടത് തക്കാളി. ഇത് 2 തക്കാളി നീളത്തിലരിഞ്ഞാണ്. നീളത്തിലരിഞ്ഞത് ആഡ് ചെയ്യാൻ പോവാ. അപ്പോൾ ഇത് നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി തക്കാളി നന്നായിട്ട് വാടി വരണം. അപ്പോൾ നമുക്കിനി കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഉപ്പ് എനിക്ക് കൈയളവാണ്, അപ്പം ആവശ്യത്തിന് നിങ്ങൾ അതനുസരിച്ച് ഉപ്പിട്ടാൽ മതി. കുറച്ചും കൂടെ ആഡ് ചെയ്യാം. ഉപ്പ് ആഡ് ചെയ്തു. ഇനി ഞാൻ ഈ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അത് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അടുത്ത് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ. കുറച്ചുകൂടെ കളർ വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ എടുക്കാം. പിന്നെ മല്ലിപ്പൊടി 2 സ്പൂൺ, സാധാ എരിവുള്ള മുളക് പൊടി 2 സ്പൂൺ. അത് നമ്മളിനി ഇതിൻ്റെ നടുക്കൊരു സ്പേസ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഇട്ട് ഒന്ന് മൂപ്പിക്കണം. ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും മൂത്ത് വരാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് എന്നിട്ട് നന്നായിട്ട് ഒന്ന് മൂത്ത് വരണം. ആ പൊടിയുടെ പച്ചമണം മാറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മസാലയ്ക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന്. ഇത്ര മതി. ബാക്കി ചിക്കൻ നമ്മൾ ഇതിനകത്തിട്ട്, ഞാൻ കുക്കറിനകത്ത് ഇട്ടല്ല വേവിക്കുന്നത്, ഈ ചട്ടിക്കകത്ത് തന്നെ ഇട്ട് വേവിക്കാന്ന് വിചാരിച്ചു. അപ്പോഴേ കുറച്ചുകൂടെ ടേസ്റ്റ് എടുത്തുള്ളൂ. അപ്പോൾ അതിനകത്ത് നിന്നുള്ള വെള്ളം ഇത്ര ആഡ് ചെയ്താൽ മതി വെള്ളം. ഇനി ചിക്കൻ്റെ വെള്ളം നന്നായിട്ട് വരും. അത് വെന്ത് വരുമ്പോഴത്തേക്ക് അതിൽ നിന്ന് വെള്ളം ഊറി വരും. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ആയി. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ആഡ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഗൈസ്, കരിവേപ്പില നമ്മൾ ഫ്രഷ് കരിവേപ്പിലയാണ് വീട്ടിൽ വളരുന്ന കരിവേപ്പിലയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ആവശ്യത്തിന്. ഇപ്പോൾ ഗൈസ് ചിക്കനിൽ നിന്ന് വെന്ത വെള്ളമൊക്കെ വരാൻ തുടങ്ങി. ഇനി നമ്മൾ ഇതിലേക്ക് കരിവേപ്പില ഇട്ട് ഒരു അരമണിക്കൂർ ഇളക്കിയിട്ട് അടച്ചു വയ്ക്കാം. അടുത്തത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട്
തേങ്ങ ഇത് നമ്മൾ തന്നെ വീട്ടിൽ തേങ്ങ വറുത്ത് ചെറുതായിട്ട് ഇങ്ങനെ വറുത്തിട്ട് ഇങ്ങനെ ബൗളിലിട്ട് വെക്കും, അടച്ചു വെക്കും. അത് നമുക്കിങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യത്തിന് നമുക്കിങ്ങനെ ചൂടാക്കി എടുത്താൽ മതി. അതൊന്ന് നമ്മൾ ചൂടാക്കി ചെറുതായിട്ടൊന്ന് കുറച്ചും കൂടെ ഒന്ന് ചൂടായിട്ട് ലാസ്റ്റ് നമ്മൾ ചിക്കൻ കറിയിലേക്ക് ലാസ്റ്റ് ഇതിൻ്റെ പൊടി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ചെറിയ ചൂടാക്കി ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്കൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. കുറച്ചും കൂടെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്കിത് മിക്സിയിൽ ഇത് പൗഡർ ആ രീതിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ തേങ്ങ വറുത്തത് ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ഇത് നമുക്കിനി മിക്സിക്കകത്ത് നന്നായിട്ട് പൗഡർ പോലെ ആക്കിയെടുക്കാം. ഇതാ നമ്മുടെ വറുത്ത തേങ്ങ നമ്മൾ പൊടിച്ച് നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇപ്പോഴല്ല ആഡ് ചെയ്യേണ്ടത്, ലാസ്റ്റ് നമുക്ക് ആഡ് ചെയ്യാനാണ് ഗൈസ്. ഇനി തേങ്ങ വറുത്ത അതേ പാന് തന്നെ ചൂടാക്കിയിട്ട് അതിനകത്ത് ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറിനെ ആഡ് ചെയ്തു. അത് നന്നായിട്ട് ഇതിൻ്റെ കളർ മാറി തീ കുറച്ചിട്ടിട്ട് നന്നായിട്ട് കളർ മാറി ഒരു ഡാർക്ക് ബ്രൗൺ കളറാകുന്ന വരെ നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കണം ഇത്. എന്നിട്ട് ഇത് നമ്മൾ ആ വറുത്ത തേങ്ങ വറുത്ത് ഗ്രൈൻഡ് ചെയ്ത് വെച്ച തേങ്ങയിലേക്ക് ഇത് ആഡ് ചെയ്തിട്ട് നമ്മൾ ചിക്കൻ കറിയിലേക്ക് ആഡ് ചെയ്യുകയാണ്. മുളക് പൊടിയുടെ കളർ മാറി നല്ല ഡാർക്ക് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമ്മൾ തീ ഓഫ് ചെയ്യണം, ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇത് എന്നിട്ട് നമ്മുടെ വറുത്ത പൊടിച്ച് വെച്ച തേങ്ങയില്ലേ അതിലേക്ക് ആഡ് ചെയ്യാൻ പോകണം ഞാൻ. അപ്പോൾ ഗൈസ് നമ്മുടെ ചിക്കൻ ലാസ്റ്റ് പാർട്ടിലേക്ക് അയക്കുന്നു. നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി നല്ല സ്മെല്ല് വരുന്നുണ്ട്. എനിക്ക് തന്നെ സഹിക്കാൻ വയ്യ, നല്ല മണം വരുന്നുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച തേങ്ങയും കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാം. ഇത് ആഡ് ചെയ്യുമ്പോഴത്തേക്കും വേറൊരു കളർ വരും, കുറച്ചും കൂടെ ഡാർക്ക് കളറാവും. പിന്നെ ഇതിൻ്റെ ടേസ്റ്റും കൂടും, അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇനി ലാസ്റ്റ് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച എല്ലാ സ്പൈസസും കൂടെ ചേർത്ത പൊടി ലാസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. കാണിച്ചു തരാം. ഈ പൊടി ലാസ്റ്റ് നമ്മളിങ്ങനെ ഒന്ന് ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. ഇപ്പം തന്നെ വേറൊരു മണമാണ്. മല്ലിയില ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. മല്ലിയിലയും കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുത്തു. എന്താ ചിക്കൻ കറി സെറ്റ് ആയിട്ടുണ്ട് ഗായ്സ്, സെറ്റ്. അപ്പോൾ ഗായ്സ് നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നോക്കൂ, നല്ല കളറൊക്കെ ആയിട്ട്. അപ്പം എൻ്റെ ചേച്ചിയും ചേട്ടനും ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളിത് കഴിക്കാൻ പോകുന്നത് ചപ്പാത്തിയുടെ കൂടെയാണ്. നമുക്ക് നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. ഏത് കാണിച്ചു ടേസ്റ്റ് ചെയ്ത് നോക്കൂ. അപ്പോൾ അതാ ടേസ്റ്റ് ചെയ്യാൻ പോണ് ഗൈസ്. ഗായത്രിച്ചി ടേസ്റ്റ് ചെയ്ത് നോക്കൂ. ചിത്തച്ചേട്ടാ കഴിക്ക്. എങ്ങനെയുണ്ട് ചിത്തച്ചേട്ടാ പറ, എങ്ങനെയുണ്ട് ടേസ്റ്റ്? ടേസ്റ്റ് ചെയ്യണം. താങ്ക് യു. കൊള്ളാമോ ചേട്ടാ? ഉപ്പൊക്കെ കറക്റ്റ് അല്ലേ? ഓക്കെ. അപ്പം ചിക്കൻ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കാം. എനിക്കറിയാം ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും, എല്ലാം കറക്റ്റ് ആയിരിക്കും. ഓക്കെ, ടാറ്റാ. അപ്പോൾ ഗുഡ് നൈറ്റ് ഗൈസ്. ഇനി അടുത്ത കുക്കിംഗ് വ്ലോഗായിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ.